അസ്സലാമു അലൈക്കും. അബ്ദുള്ള കാസർഗോഡാണ്. സഹോദരന്മാരെ, ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഒരുപാട് സംഘടനകളുണ്ട്, മുസ്ലിം സംഘടനകൾ. ആ മുസ്ലിം സംഘടനകളെ പറ്റി നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ സംഘടനകൾക്ക് എല്ലാവർക്കും ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ നിലവിലുണ്ട്. ഇപ്പം നമ്മൾ മുസ്ലിങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത് നരകത്തിലും സ്വർഗത്തിലും ദുനിയാവും ആഖിറവും, അതുപോലെ തന്നെ ഹലാൽ ഹറാം, മറ്റ് വിശ്വാസപരമായ ചില കാര്യങ്ങൾ, 1,23,000 ചില്ലറ പ്രവാചകന്മാർ വന്നതിൽ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബി, അതുപോലെ തന്നെ ആ നബി വന്നതിന് ശേഷം നമ്മൾക്ക് കാണിച്ചു തന്ന ഇസ്ലാമിൻ്റെ ശരിയായ തത്വശാസ്ത്രം, ഇസ്ലാമിൽ വിശ്വസിക്കലും, പിന്നെ നമസ്കരിക്കൽ, നോമ്പ് നോക്കൽ, സക്കാത്ത് കൊടുക്കൽ, ഹജ്ജ് ചെയ്യണം, ഇങ്ങനെ ഒരുപാട് പുണ്യകർമ്മങ്ങൾ. ഇതിനൊന്നും ആർക്കും ഒരു അഭിപ്രായ ഭിന്നതകളുമില്ല. ഇതെല്ലാവരും അംഗീകരിക്കുന്നവരാണ്. അതുപോലെ തന്നെ പ്രവാചകൻ കാണിച്ചു തന്നതുപോലെ നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിൽ നാളെ അല്ലാഹു തആലയുടെ മുന്നിൽ കയ്യും കെട്ടിയിട്ട് നിന്ന് മറുപടി പറയേണ്ടി വരും എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന സംഘടനകളും അതിന് നേതൃത്വം കൊടുക്കുന്ന ആലിമ്യങ്ങളും. ഇവരൊക്കെ ഉള്ള ഈ സന്ദർഭത്തിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരുപാട് അഭിപ്രായ ഭിന്നതകളുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു തആലയുടെ മുന്നിൽ നമ്മൾ നാളെ മറുപടി പറയേണ്ടി വരുമെന്ന് പറയുമ്പോൾ, ഈ പറഞ്ഞ സംഘടനയിൽപ്പെട്ട ആളുകൾ ആര് നമ്മൾ ഇന്നത്തെ നിലപാടിൽ കാണുമ്പം ഇവർക്കായിരിക്കും ഈ വിശ്വാസത്തിൽ യഥാർത്ഥത്തിൽ ഈ അള്ളാൻ്റെ നരകത്തിനോ അല്ലെങ്കിൽ അള്ളാഹ് ചോദിക്കും എന്ന് പറയുന്നതിന് ആർക്കും ഭയമൊന്നുമില്ലേ? ഇത് ഞാൻ പറഞ്ഞു വരാനുള്ള കാരണം എന്താ പറയുമോ? സുന്നത്ത് ജമാഅത്ത്, ജമാഅത്ത് ഇസ്ലാമി, മുജാഹിദ്, തബീലി ജമാഅത്ത്, വഹാബി, സലഫി എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് മതങ്ങളുടെ പേരും പറഞ്ഞിട്ട് എല്ലാവർക്കും വിശ്വാസം ഈ പ്രവാചകങ്ങളിൽ വിശ്വാസം ശരി തന്നെയാണ്. എല്ലാവരും അതിനെ അനുഗമിക്കുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന സംഘടനകൾക്ക് നേതൃത്വം കൊടുക്കുമ്പം മുസ്ലിങ്ങളെ ഇടയിൽ ഇന്ന് അഭിപ്രായ ഭിന്നതകളുള്ള ഈ സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ അള്ളാൻ്റെ റസൂൽ നമ്മളോട് പറഞ്ഞതെന്ന് അറിയോ? ഖുർആനിലും ഹദീസിലും ജീവിക്കുന്ന, നരകത്തിനും സ്വർഗത്തിനും വിശ്വസിച്ച് ജീവിക്കുന്ന മുസ്ലിമായ നമ്മളോട് പറഞ്ഞത്, നമ്മൾ മുസ്ലിമായിട്ട് ജീവിക്കണം. അത് ജീവിക്കുന്നത് കണ്ടിട്ട് പോകണം മറ്റുള്ളവർക്ക്. ഖുർആൻ എന്ത്, ഹദീസ് എന്ത്, അള്ളാഹ് എന്ത്, പ്രവാചകൻ എന്ത്, നരകമെന്ത്, സ്വർഗമെന്ത്, ഹറാമെന്ത്, ഹലാൽ എന്ത് എന്നൊക്കെ മനസ്സിലാവാൻ. അതുകൊണ്ട് ഒരു മുസ്ലിമായിട്ട് ജീവിക്കണം. അതിനെ കണ്ടിട്ട് പോകണം ഇസ്ലാമിനെ അവർ മനസ്സിലാക്കാൻ. അല്ലാതെ കണ്ട് അവരാർക്കെങ്കിലും ഖുർആനോ ഹദീസൊന്നും പഠിക്കുന്നൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് ആ വിശ്വസിക്കുന്ന മുസ്ലിംസിൽപ്പെട്ട വിശ്വാസികളായ നമ്മൾ ഇന്ന് നമ്മളെ നിലപാട് കാണുമ്പോൾ, നമ്മൾ തമ്മിൽ അഭിപ്രായം ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുമ്പോൾ ഇതര സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇപ്പോൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുള്ളത് എന്താ അറിയോ? മുസ്ലിങ്ങളിലും ഒരുപാട് ജാതികളുണ്ട്, അവർ ആരും ഒരു ഒരുമയിലില്ലല്ലോ. ഇപ്പം ഇങ്ങനെ ചിന്തിക്കുന്നിടത്തേക്കെത്തി. നമ്മളെ കണ്ടിട്ട് ദീനെ പഠിക്കണമെന്ന് പറഞ്ഞ ആ സമുദായം ഇന്നിപ്പം നമ്മൾ ഈ വിഭാഗീയത കൊണ്ട് എന്തായി മറ്റുള്ളവർ ചിന്തിക്കുന്നിടത്തേക്കും എത്തി. മാത്രമല്ല, ഈ സംഘടനയുടെ കീഴിലൊക്കെ അണിനിരക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട സഹോദരന്മാർ, ഇവരൊക്കെ പറയുന്ന നേതാക്കന്മാർ അതിനെ അനുകൂലിച്ച് കൊണ്ടിട്ട് മരിച്ചാൽ, ഇതിപ്പോൾ യഥാർത്ഥത്തിൽ ദീനെന്തെന്ന് അറിയാതെ മരിച്ചവനൊക്കെ മറുപടി നാളെ ഇവർ പറയണ്ടേ? അപ്പോൾ ഇതിന് എന്താണ് ഏക പോകുമ്പഴി? നമുക്ക് ഈ മുസ്ലിം സംഘടനയുടെ നേതാക്കന്മാർക്കൊക്കെ അള്ളാൻ്റെ റസൂലിനും നരകത്തിനൊക്കെ ഭയമുണ്ടെങ്കിൽ, സ്വർഗം വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ ഇവർ ആരെ മുന്നിലേക്കാണെങ്കിൽ തല ഉയർത്തി നിന്നിട്ട് ഞാൻ വലുത് നിൽക്കേണ്ട ആവശ്യം എന്തുള്ളത്? ഇവർക്കെല്ലാവർക്കും ഒരു വട്ടത്തിൽ ഇരുന്നിട്ട് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നിട്ട് ഈ സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾ യഥാർത്ഥം എന്തെന്ന് ഖുർആനും ഹദീസും ചോദിച്ചിട്ടും അറിഞ്ഞിട്ടും പഠിച്ചിട്ടും അതിന് പ്രവർത്തിക്കും നരകത്തിനെ പേടിച്ചു കൂടി ജീവിക്കണ്ടേ?
അതല്ല എങ്കിൽ ഈ ഇവരെ പിന്നിൽ പോകുന്ന പിൻഗാമികളൊക്കെ ഇവരെ അനുകൂലിക്കുന്ന ആളുകളൊക്കെ എന്തായിത്തീരുന്ന ആളിവിടെ. ഇപ്പം മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ ആര് പറയുന്നത് ശരിയെന്നറിയാത്ത രൂപത്തിലായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ആരെ അനുകൂലിക്കണം, അല്ലെങ്കിൽ യഥാർത്ഥ ദീൻ എന്ത്? കാരണം എന്ത്, മുൻകാലങ്ങളെ പോലെ ബയൽ കേൾക്കുകയോ അല്ലെങ്കിൽ ദീൻ പഠിക്കുകയോ ഒന്നും ഇന്നിപ്പോൾ ഇസ്ലാമിലില്ല. ഒക്കെ പിന്നോട്ടം പോയില്ലേ, നെയ് പറഞ്ഞിടത്തേക്ക് എത്തിയില്ലേ. ദുനിയാവിനെ സ്നേഹിച്ചിട്ട് എല്ലാവർക്കും പൈസ ഉണ്ടാക്കണം, വലിയ വലിയ ആഡംബരം ജീവിക്കണം എന്നല്ലാണ്ട് വേറെ എന്തും ആവശ്യമില്ല. നാമധാരികളായിട്ട് മാറി. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ലേ, നമ്മൾ ലാസ്റ്റ് നന്നായില്ല എന്ന് പറയാം. ലാ യസ്ലു ആഹിറു അതിലുമ്മ ഇല്ലാ മസലഹബിയൗലുഹ. ഈ സമുദായത്തിൻ്റെ ആദ്യം ഉണ്ട ആളുകൾ എന്തെല്ലാം കൊണ്ടാണോ അവർ നന്നായിട്ടുള്ളത്, അതിനെ പിന്തുടരാത്ത കാലത്തോളം ഈ അവസാനത്തെ ഗണ്ണി നന്നായില്ല. നമ്മൾ ഇപ്പോൾ ആടെയല്ലേ ഉള്ളത്, അവിടെയല്ലേ ഉള്ളത്. നമ്മളവസ്ഥ എന്ത് ചെയ്യേ? എല്ലാവരും തലക്കെട്ടും കെട്ടിയിട്ട് തൊപ്പിയും വെച്ചിട്ട് എല്ലാവരും നിസ്കരിക്കുന്നു, എല്ലാവരും നോമ്പ് നിൽക്കുന്നു, എല്ലാവരും തക്കാത്ത് കൊടുക്കുന്നു, എല്ലാവരും അജ് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ എത്രയും വിഭാഗമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പം. അപ്പോൾ എനിക്ക് പറയാണ്ടെന്ന് വെച്ചെങ്കിൽ ഈ വിഭാഗങ്ങളൊക്കെ മാറി നിൽക്കുന്ന ഈ രണ്ട് എല്ലാ വിഭാഗമായിട്ട് നിൽക്കുന്നില്ലേ, അവരെല്ലാം ഒരു മേശൊക്കെ ചുറ്റും ഇരുന്നിട്ട് ഈ സമുദായത്തിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ചർച്ച ചെയ്തിട്ട് അതിന് പരിഹരിക്കണം. എന്നിട്ട് ഏകോദര സദനങ്ങൾ പോലെ ഒരുമിച്ച് നിൽക്കണം. എന്നിട്ട് ഒരുമിച്ച് നമ്മൾ ഒരുപോലെ ജീവിക്കണം. എന്നിട്ട് നമ്മളെ ഇസ്ലാമിൻ്റെ മാതൃക മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. ഇന്ന് മറ്റുള്ളവർക്ക് നമ്മൾ സംശയിക്കുന്ന മുസ്ലിങ്ങളിലും മുന്തി ജാതി ഉണ്ടോ താണ ജാതി ഉണ്ടോ എന്ന് പോലും പറയാൻ തുടങ്ങിയിപ്പോൾ. അങ്ങനെ ആയിട്ടുണ്ടോ അറിയുന്നു. അതുകൊണ്ട് ഒരുപാട് വേണ്ടാത്തങ്ങൾ നമ്മളെ സമുദായത്തിൽ വന്നുകൂടിയിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ കാണുന്ന ഒരുപാട് മുസ്ലിംസ് നമുക്ക് ഇന്ന് മൊത്തം ഇതിൻ്റെ നമ്മൾ പറയുന്നില്ല. നമുക്ക് ഈ കേരളത്തിൻ്റെ മാത്രം നോക്കാം. ഈ കേരളത്തിൽ എത്ര രൂപത്തിൻ്റെ മുസ്ലിങ്ങളുണ്ട്. ഓരോ ജില്ലയിലേക്ക് എത്തുമ്പോൾ ഓരോ ജില്ലയിലത്തെ മുസ്ലിങ്ങൾക്ക് ഒരു ജീവിതത്തിൻ്റെ ശൈലിയുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ മൊത്തം എടുത്ത് നോക്ക്. കേരളത്തിലെ 14-15 അത്ര ജില്ലയുള്ളത് 14 ജില്ലയാണ്. 14 ജില്ലകളിലെ മുസ്ലിങ്ങൾ ശരിക്കും നോക്കിയാൽ 14 രൂപത്തിലാണെന്നുള്ളതെന്ന് മനസ്സിലാക്കണം. ഇതൊന്നും എന്തുകൊണ്ട് ഈ മുസ്ലിം പണ്ഡിതന്മാർക്കൊന്നും മനസ്സിലാവാത്തത്? അല്ലെങ്കിൽ ഈ 14 ജില്ലയിൽ ജീവിക്കുന്ന മുസ്ലിംസിൻ്റെ ജീവിതം ഏത് ജില്ലയിലത്തെ ജീവിതത്തിൽപ്പെട്ടതാണ് ശരി എന്ന് ആർക്ക് പറയാൻ പറ്റൂ? ആ ഒരവസ്ഥയിലായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ. ആ അവസ്ഥയിലായിട്ട് മാറിയുള്ളത്. എന്നിട്ട് ഇവർ പറയുന്നത് ഞമ്മളും ശരി, ഞമ്മന്ന് സ്വർഗത്തിൻ്റെ കൊടി പിടിക്കുന്നത്. എന്ത് സ്വർഗത്തിൻ്റെ കൊടി പിടിക്കുന്നത്? എല്ലാവരും നരകത്തിലേക്ക് പോകാനുള്ള വഴി ഉണ്ടാക്കി കൊടുത്തിട്ട്. അതുകൊണ്ട് മുസ്ലിം സംഘടനയൊക്കെ ഒരുമിച്ച് വെക്കണം. ഒരുമിച്ച് നിന്നിട്ട് ആരെ മുന്നിലാണ് കുനിക്കുന്നുണ്ട്? തല കുനിക്കേണ്ടടുത്ത് കുനിക്കണ്ടേ? അള്ളാഹ്ക്ക് വേണ്ടി തല കുനിക്കാതിരിക്കാൻ പറ്റുമോ? ഒരാൾ അങ്ങനെ അങ്ങോട്ട് പോയിട്ട് സത്യാവസ്ഥ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഭൂരിപക്ഷം കൊണ്ടുകൊണ്ട് അങ്ങോട്ട് പോയാൽ എന്താ പ്രശ്നം? കുറേ ജനങ്ങളോ അണികളോ എൻ്റെ ബാക്കിലിടുന്നുണ്ടല്ലോ പ്രശ്നം. ഇവിടെ നരകമാണോ സ്വർഗമാണോ എന്നുള്ള പ്രശ്നമോ? എന്തുകൊണ്ട് അങ്ങോട്ട് പോയിട്ട് പറഞ്ഞുകൂടാ? നമ്മളെ സമുദായത്തിൻ്റെ വിശ്വാസം ഇങ്ങനെയാണ്, നമ്മൾ ഇങ്ങനെ വിശ്വസിക്കേണ്ടത്, ഇതാണ് യാഥാർത്ഥ്യം, ഇതാണ് ഖുർആൻ, ഇതാണ് ഹദീസ്, ഇതാണ് പ്രവാചകൻ പറഞ്ഞ് എന്ന് തമ്മിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൂടെ തമ്മിൽ അപ്പുറപ്പുറം. ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങളിങ്ങനെ വിളിച്ച് പറയുമ്പോൾ അതിൻ്റെ ഇതൊക്കെ നിങ്ങൾ കണ്ടില്ല. ഈ സോഷ്യൽ മീഡിയയിലത്തെ ഇന്നത്തെ അവസ്ഥയൊക്കെ നിങ്ങൾ അതിൻ്റെ കമൻറ്റ് ബോക്സൊക്കെ നോക്കണോ? ഈ പണ്ഡിതന്മാർ പറയുന്ന ഇന്ന് സോഷ്യൽ മീഡിയയിൽ പറയുന്ന മതപ്രസംഗം പോലും അതിൻ്റെ പിന്നെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ പോലും അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇരുന്നായിരുന്നു അറിയോ? ഹിന്ദുക്കളാണ്, RSSകാരാണ്. മനസ്സിലായില്ലേ? തെറി പറഞ്ഞിട്ട്, പ്രവാചകനെ ചീത്ത പറഞ്ഞിട്ട്, ആയിഷാബിനെ ബലാത്സംഗിതവനെ പറഞ്ഞിട്ട് കാണിച്ചുകൊണ്ട് അങ്ങനെ ഒരു ജാതി, അതായത് സോഷ്യൽ മീഡിയയിൽ ഇന്ന് പണ്ഡിതന്മാർ സംസാരിക്കുന്നത് പോലും ഒരു കൺട്രോളില്ലാതെയായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പണ്ഡിതന്മാരോടൊക്കെ പറയാനുള്ളത്, അള്ളാഹിനും അള്ളാഹുവിൻ്റെ റസൂലിനും വിശ്വസിക്കുന്നതാണെങ്കിലും നരകത്തിനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഈ എല്ലാ പണ്ഡിത നേതൃത്വവും AP EK ഇങ്ങനെ പറയുന്ന ഈ കുറേ വിഭാഗം ഉണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ വിഭാഗിച്ചിട്ട് വീടിച്ച് നിൽക്കാതെ കണ്ട് ഇസ്ലാമിൻ്റെ പ്രമാണം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനു വേണ്ടി പണ്ഡിത നേതൃത്വം ഒരുമിച്ച വട്ടത്തിലിരുന്നു കൊണ്ട് ഈ സമുദായത്തിലുള്ള പ്രശ്നങ്ങളെ പരിഹരിച്ചില്ലെങ്കിൽ നിങ്ങളെ പിന്നിൽ അണിനിരന്ന ആ തെറ്റിദ്ധരിക്കപ്പെട്ടവ എന്നെപ്പോലത്തെ പാവപ്പെട്ട പാണരന്മാർ നാളെ തെറ്റിയിട്ടാണ് ഇവർ ഈ ദുനിയാവെന്ന് ആരാന്ന് വിശ്വസിക്കേണ്ടതെന്ന് മനസ്സിലാക്കാതെ കണ്ട് ആരൊക്കെ പിന്തുടർന്ന് ഇങ്ങനെ സമുദായം ഭിന്നിച്ചിട്ട് പോയിട്ട് അങ്ങനെ സമുദായമായിട്ട് മരിച്ചിട്ട് ശരിക്കും ഈമാൻ ഉറക്കാതെ മരിച്ചു പോയാൽ കയ്യും കെട്ടിയിട്ട് നിങ്ങൾ പോലത്തെ ആളുകൾ നാളെ അള്ളാഹിൻ്റെ മുന്നിൽ മറുപടി പറയും. അതുകൊണ്ട് അള്ളാഹു താലാന എന്നുകൊണ്ട് നിങ്ങൾ ഈ സമുദായത്തിന് വേണ്ടി ഒരുമിച്ച് പണ്ഡിതന്മാർ ഒരുമിച്ച് നിൽക്കണം, ചർച്ച ചെയ്യണം, പരിഹരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഇന്ന് വളരെ വേദന ഉണ്ട് കാണുമ്പോൾ അതെല്ലാം പരിഹരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് നിങ്ങൾ മുസ്ലിങ്ങളെ ഇപ്പോൾ നശിപ്പിക്കുക എന്നുള്ളത് ഇന്ന് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നോക്കുന്നുണ്ടെങ്കിൽ മുസ്ലിം സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു പ്രശ്നത്തിനും പരിഹാരം കാണാൻ ഇന്നത്തെ പണ്ഡിതത്തിൽ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഇങ്ങനെ പറയാനുള്ള കാരണം. തെറ്റുകുറ്റണമെന്ന് ക്ഷമിക്കണം. അടുത്ത വീട്ടിൽ കണ്ടവർക്ക് എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
അടുത്ത വീട്ടിൽ കാണുന്നവർക്ക് എല്ലാവർക്കും എല്ലാവരും ഹിദായത്തിലാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീട്ടിൽ കാണുന്നവർക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും.